ഇപ്പോൾ ഹർത്താൽ നടക്കുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ. നിതിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? നീതി ലഭിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ആരൊക്കെയോ ചേർന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയാണ് കാണിക്കുന്നത്. കാരണം 18 ദിവസമായിട്ട് ഒരു പ്രതിയെ പോലും പിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഒരു വിഷ്വൽസ് പോലും ഞങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. കോളേജിൽ എന്ത് നടന്നെന്ന് ശരിയായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റിപ്പറ്റി ഒരു വ്യക്തതയില്ലാതെയാണ് അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറയുന്നത്. മരണം നടന്നു എന്ന് പറയുന്നു. അവിടെ ഒരു ചോരപ്പാടോ ഒന്നുമില്ല. ഞങ്ങൾ പോയി നോക്കിയതാണ്. മോൻ്റെ മരണം നടന്നെന്ന് പറയും. ഇത്ര ഹൈറ്റിൽ നിന്ന് വന്ന് വീഴുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. ശരീരമല്ലേ, പക്ഷെ അതൊന്നും ഇല്ലല്ലോ. ഇവരെ കൊലപ്പെടുത്തിയതാണ് എൻ്റെ മകനെ. അവൻ ഒരിക്കലും ചാടുമില്ല. അവൻ ഡോക്ടറാവാനല്ലേ പോയത്. പല സഹപാഠികളോടെ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡോക്ടറായേ പുറത്തു വരുള്ളൂ, എന്ത് ത്യാഗം നേരിട്ടാലും. എന്നിട്ട് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടി. ഡോക്ടർ റാം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവരെ ആരും പോലീസ് ഇതുവരെ പിടികൂടിയിട്ടില്ല. ഈ അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടോ? അന്വേഷണത്തിൽ അതൃപ്തിയുണ്ട്. ഡോക്ടർ സംഗീതയ്ക്ക് അവിടെ ഇഷ്ടംപോലെ രാഷ്ട്രീയ കക്ഷികൾ അവരൊക്കെ ഉണ്ടല്ലോ. അവരെ രക്ഷപ്പെടുത്താനൊക്കെ ഒരുപാട് പേരുണ്ടെന്നാണ് അറിയണത്. അപ്പോഴവരെല്ലാവരും കൂടെ രക്ഷപ്പെടുത്തിയതാണ് അവരെ. അതുപോലെ റാമിനെ പിടിക്കാൻ റാം ഇവരെ മൂക്കിൻ്റെ തുമ്പത്തി തന്നെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ പോലീസ് കൊണ്ട് പിടിക്കപ്പെടുമെന്നൊക്കെ പറയുന്നു. എത്രയോ ദിവസങ്ങളായി, ഇന്ന് വരെ ഇല്ല, പിടിക്കൂല. കാരണം അങ്ങേരന്നെ ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുക്കുന്ന നേരെ അവർ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പുറത്തു പോയി അവർ നിരപരാധിത്വം തെളിയിച്ച് വെളിയിൽ പോകാനുള്ള പരിപാടികളാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്. പോലീസൊന്നും ഞങ്ങളോട് സഹകരിക്കുന്നില്ല. ഞങ്ങൾ നേരായ ദിശയിൽ ഞങ്ങളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഈ ഹർത്താലിന്റെ സാഹചര്യത്തിൽ ബസ്സുകളൊക്കെ തടയുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ ഈ വിഷയം അതേപടി മനസ്സിലാക്കും, കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം എല്ലാവർക്കും ഈ അച്ഛൻ്റെ കണ്ണീര് കാണുന്നവർ ജനങ്ങളെല്ലാം കൂടെ നിൽക്കണം. ഞാൻ പഠിക്കാനാണ് മോനെ അവിടെ വിട്ടത്, അവർ കൊന്നു കളഞ്ഞു. അപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ആ ഗതികേടുള്ളല്ലോ. അതുകൊണ്ട് കേരളം മൊത്തത്തിൽ അത് ഏറ്റെടുത്ത് ഹർത്താൽ നടത്തുന്നത് നിതിന് വേണ്ടിയാണ്, നിതിൻ്റെ നീതിക്ക് വേണ്ടിയാണ്. അത് മാത്രം ആലോചിച്ചാൽ മാത്രം മതി. അല്ല കടകൾ അടച്ചിടണമെന്നോ ബസ്സുകൾ ഓടണമെന്നോ അല്ല. അവൻ്റെ നീതിക്ക് വേണ്ടി എല്ലാവരും നിൽക്കണം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി എല്ലാവരും നിന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഈ ലോൺ ആപ്പിൽ മാത്രമായിട്ട് അന്വേഷണം ഒതുങ്ങുന്നു. നോയിഡയിലടക്കം പോയിട്ട് ആളുകളെ പിടികൂടിയ സാഹചര്യമുണ്ട്. അങ്ങനെ ലോൺ ആപ്പിൽ മാത്രം അന്വേഷണം ഒതുങ്ങിപ്പോകുന്നു എന്ന് ഒരു ആക്ഷേപമുണ്ടോ? അത് കേസ് അട്ടിമറിക്കാൻ ചെയ്യണതാണ്. അല്ല ലോൺ ആപ്പുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവരെ കക്ഷിയൊക്കെ അവരെ വക്കീലൊക്കെ ഞങ്ങളോട് സംസാരിച്ചാണ്. അതൊന്നും നിലനിൽക്കൂല, അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ആ കേസൊന്നും ഒരിക്കലും നിലനിൽക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ അത് പലരും ലോൺ ആപ്പുകൾ അതും ഇതുമൊക്കെ എടുത്ത് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അത് 1-2 മെസ്സേജുകൾ അവർക്ക് വന്നെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ അത് വീട്ടുകാരെയല്ലേ അറിയിക്കേണ്ടത്, അല്ലാതെ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളയല്ലല്ലോ ചെയ്യേണ്ടത്. ഇപ്പോൾ CPM അടക്കം വീട് വെച്ച് നൽകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ നീതി ദൂരത്താണ് എന്ന് തന്നെയാണ് കരുതുന്നത്, അല്ലേ? നീതി ദൂരത്ത് തന്നെയാണ്. വീട് വയ്പ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം എൻ്റെ മോനെ നീതി കൊണ്ടുവരട്ടെ, പിന്നെ നിങ്ങൾ വീട് വയ്ക്കേ ആര് വീട് വയ്ക്കുക എന്തോ ചെയ്യട്ടെ. ആദ്യം എനിക്ക് നീതി കൊണ്ടുവരും. എൻ്റെ മോനെ നീതി കിട്ടണം. ഞാൻ ഇത്രയും നാൾ വാടകയ്ക്കല്ലേ താമസിച്ചത്. എനിക്ക് എൻ്റെ മക്കൾക്കോ ഒന്നും രാഷ്ട്രീയപരമായൊന്നും ഞങ്ങൾ ആരോടെ മുന്നിട്ടിറങ്ങി ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞിട്ടുമില്ല, ഇനി പറയേയില്ല. അവരാദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നീതി ഉണ്ടാക്കി കൊടുക്കട്ടെ, പിന്നെ വീട് വയ്പ്പ് പിന്നീട് ഉണ്ടാക്കി. അവൻ പോയി, അവന് വീടെന്തിന്? ഇനി അവൻ്റെ കൂടെ ഞങ്ങളും പോയിരിക്കണം. ഞങ്ങൾക്ക് എന്തിന് വീട്? അതേ ഹർഷൻ, അത്തരത്തിൽ കണ്ണീര് തോരാത്തൊരു വീട്. ഇപ്പോൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടക്കുമ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അവർ ഈ അച്ഛൻ്റെ മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ രാജൻ പറയുന്നത്. നീതി ലഭിക്കണം, നിതിന് നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഹർത്താൽ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഹർഷൻ.